ഖുർആൻ പറഞ്ഞ കഥകൾ 130 ഭാഗം. അധ്യയനയാത്രയിലെ പാഠങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫിലെ 60-ാമത്തെ ആയത്ത് മുതൽ 82-ാമത്തെ ആയത്ത് വരെയുള്ള 23 ആയത്തുകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖളിറിന്റെയും സംഭവമാണ് വിശദീകരിക്കുന്നത്. ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കുന്നതും മനസ്സിലാക്കുന്നതും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആമുഖമായി ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അനാവശ്യമായ ചർച്ചയിലേക്കും വിവാദങ്ങളിലേക്കും നാം പോവേണ്ടതില്ല. ആരായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിക്കാൻ വന്ന ഈ അധ്യാപകൻ? അദ്ദേഹം പ്രവാചകനാണോ, മലക്കാണോ, അതല്ല വലിയാണോ? അദ്ദേഹം മരിച്ചുപോയോ, അതല്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതിന്റെ പേരിൽ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിന് ഒരു പ്രസക്തിയുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്ന കഥയിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയിൽ ആ കഥ അല്ലാഹു വിശദീകരിച്ചതിന് ശേഷം ആ കഥ കേട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം ആ കഥയുടെ പരിസരത്തുകൂടി ഓടി നടന്ന് അവർ ആരായിരുന്നു, എത്ര പേരായിരുന്നു, 4 ആണോ 5 ആണോ 6 ആണോ, അവരുടെ നായയുടെ പേരെന്തായിരുന്നു തുടങ്ങിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നതിനെ ഖുർആൻ വിമർശിക്കുകയും അതിനിശിതമായി കണിശമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നാവശ്യപ്പെടുകയും ചെയ്തതായി കാണാം. സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. അവർ 3 ആയിരുന്നു, 4-മത്തത് അവരുടെ നായയായിരുന്നു. വേറെ ചില ആളുകൾ അവർ 5 ആണ്, 6-മത്തത് അവരുടെ നായയായിരുന്നു. ഇതൊക്കെയും അഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഊഹങ്ങൾ മാത്രമാണ്. ഇനി വേറെ ചിലർ പറയുന്നു അവർ 7 പേരാണ്, 8-മത്തത് അവരുടെ നായയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ റബ്ബി യഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ. അതിനാൽ താങ്കൾ പറയുക, അവരുടെ എണ്ണത്തെപ്പറ്റി അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക. ആ എണ്ണം ഇവിടെ പ്രസക്തമേ അല്ല. അതുകൊണ്ട് ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അതിനാൽ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ കാര്യത്തിൽ നീ തർക്കിക്കരുത്. ഈ വിഷയത്തിൽ ജനങ്ങളിൽ ആരോടും അഭിപ്രായവും ചോദിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ അധ്യാപകന്റെ വിഷയത്തിൽ അദ്ദേഹം ആരായിരുന്നു? മലക്കായിരുന്നോ, പ്രവാചകനായിരുന്നോ, വലിയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളുടെ ചർച്ചയിലേക്കൊന്നും നാം പോവേണ്ടതില്ല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഫവജദ അബ്ദൻ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമ. അതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. അദ്ദേഹത്തിന്റെ സവിശേഷതയായി ഖുർആൻ പറയുന്നത് ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കാരുണ്യം സിദ്ധിച്ചയാൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ അറിവ് നാം പഠിപ്പിച്ചു കൊടുത്തയാൾ എന്ന് അല്ലാഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ കാരുണ്യവും പ്രത്യേകമായ അറിവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. അദ്ദേഹത്തിന്റെ പേര് ഹദീസുകളിലൊക്കെ കാണാം. സഹീഹായ ഹദീസുകളിലൊക്കെ ആ പേര് പരാമർശിച്ചതായി കാണാം. അൽ ഖളിർ. ഇന്നമാ സുമ്മിയൽ ഖളിറു
ഖളിറൻ ലിഅന്നഹു ജലസ അലാ ഫർവത്തിൻ ബൈളാ ഫഇദാ ഹിയ തഹ്തസു തഹ്തഹു ഖളറാ എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഖളിർ എന്ന് പേര് വെച്ചത് അദ്ദേഹം ഇരിക്കുന്നിടത്തൊക്കെ പച്ചപ്പുള്ള അവസ്ഥയാകും എന്നതുകൊണ്ടാണ് എന്നുള്ള വിശദീകരണവും കാണാം. എന്തായിരുന്നാലും ഖളിർ എന്ന ഈ അധ്യാപകൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഈ സംഭവം വിശദീകരിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള സംഭവം പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അബദ്ധം സംഭവിച്ചാൽ അത് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്യുക. തെറ്റ് സംഭവിച്ചാൽ തിരിച്ചു നടക്കുക. അവർ നിശ്ചയിച്ച സ്ഥലത്ത് മത്സ്യം ചാടിപ്പോയി. ആ മത്സ്യം ചാടിപ്പോയതും ആ മത്സ്യത്തിന്റെ അതേ സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അത് മൂസാ നബി അലൈഹിസ്സലാമിനെ ഭൃത്യൻ അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്നയാൾ അറിയിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയിക്കുന്നത്. അങ്ങനെ അത് അറിഞ്ഞപ്പോൾ ഖാല ദാലിക മാ കുന്നാ നബഗി, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നാം ആഗ്രഹിക്കുന്നത്. ഫർതദ്ദാ അലാ ആസാരിഹിമാ ഖസസ, അവർ രണ്ടുപേരും ആ കാലടിപ്പാടുകളിലൂടെ തിരിച്ചു നടന്നു. അവർക്ക് മിസ്സായ, അവർ മറന്നുപോയ, അവർക്ക് അബദ്ധം പറ്റിയ അങ്ങോട്ട് തിരിച്ചു നടക്കുകയാണ്. അപ്പോൾ അബദ്ധം പറ്റിയാൽ അത് തിരുത്തുക, ഓർമ്മ വന്നാൽ അങ്ങോട്ട് തിരിച്ചു പോവുക എന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഒപ്പമുണ്ടായിരുന്ന ഗുലാമിനെ, തന്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യനെ ശകാരിക്കുന്നില്ല. നീ എന്തേ മറന്നത്, എന്തുകൊണ്ടത് എന്നോട് പറഞ്ഞില്ല അപ്പോൾ എന്ന് പറഞ്ഞ് ശകാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അവിടെയും നമുക്ക് ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഊഷ്മളത കാണാം. പിന്നീട് മൂസാ നബി അലൈഹിസ്സലാം ഖളിറിന്റെ അടുത്ത് ചെല്ലുകയും എന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുമ്പോഴും ഈ ഗുരുശിഷ്യ ബന്ധം നമുക്ക് കാണുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. അദ്ദേഹം ആളുകളെ പഠിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നയാളാണ്. ആ അധ്യാപകനാണ് ഇവിടെ വിദ്യാർത്ഥിയായി മാറുന്നത്. ഏത് പഠിച്ചയാളും മറ്റൊരാൾക്ക് അറിവുള്ള ഒരാളെ കാണുമ്പോൾ അവരുടെ ശിഷ്യനായി മാറും, അല്ലെങ്കിൽ മാറണം. ഒരാൾക്ക് തന്നെ എല്ലാ അറിവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അറിവ് എവിടെയാണോ ലഭിക്കുന്നത് അവിടെ അറിവുള്ളയാൾ ശിഷ്യനായി മാറണം. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം ഈ അറിവുള്ളയാളെ തേടി വരുന്നു, പഠനത്തിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജ്ഞാനം എപ്പോഴും ആവശ്യമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വിജ്ഞാനത്തിൽ നിന്ന് വളരെ കുറച്ചേ നൽകിയിട്ടുള്ളൂ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യൻ കൂടുതൽ പഠിക്കണം. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചവൻ അല്ലാഹുവാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം വിജ്ഞാനത്തിന്റെ താല്പര്യവുമായി, പഠിക്കാനുള്ള ആഗ്രഹവുമായി ഈ അധ്യാപകനെ സമീപിക്കുകയാണ്. ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ, മൂസാ നബി അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ്, ഞാൻ താങ്കളുടെ പിന്നാലെ വരട്ടെയോ, താങ്കളുടെ കൂടെ കൂടട്ടെയോ, താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ആ സവിശേഷമായ വിജ്ഞാനത്തിൽ നിന്ന് എന്നെയും കുറച്ച് പഠിപ്പിക്കാമോ? ഇവിടെ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ, ഇൽമും റുശ്ദും, ഇദ്ദേഹത്തിന് ഇൽമും കിട്ടിയിട്ടുണ്ട്, റുശ്ദും കിട്ടിയിട്ടുണ്ട്. വിജ്ഞാനവുമുണ്ട്, വിവരവുമുണ്ട്, വിവേകവുമുണ്ട്. അത് കുറച്ച് എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. ശരി, പഠിപ്പിച്ചു തരാം എന്ന് പറയുന്നതിന് പകരം ഈ അധ്യാപകൻ ആദ്യം പറയുന്നത് പഠനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ക്ഷമയാണ്. ആ ക്ഷമ നിങ്ങൾക്കുണ്ടാകുമോ എന്നെനിക്ക് സംശയമാണ്. ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റ, താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു കഴിയാൻ കഴിയുമോ എന്നെനിക്ക് ഉറപ്പില്ല. താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് ക്ഷമിക്കുക? അപ്പോൾ പഠനത്തിന് അത്യാവശ്യമായ കാര്യമാണ് ക്ഷമ. ക്ഷമിച്ചിരിക്കുന്നവർക്കേ പഠിക്കാൻ കഴിയൂ. ക്ഷമിച്ചിരിക്കുന്നവരുടെ കൂടെ, ക്ഷമാലുക്കളുടെ കൂടെയാണ് അല്ലാഹു, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ.
അപ്പൊ സബറിന്റെ പ്രാധാന്യം അദ്ദേഹം ആദ്യം തന്നെ ഉണർത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അഅസി ലക അംറ. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ല ഒരു സാബിറായി തന്നെ ഉണ്ടാകും, നല്ല ഒരു ക്ഷമാലുവായി തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, താങ്കളുടെ ഒരു കൽപ്പനയും ഞാൻ ധിക്കരിക്കുകയില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും അദ്ദേഹം പലപ്പോഴും അക്ഷമനായിരുന്നു എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില ഹദീസുകളിൽ കാണാം, വദിദ്ന അന്ന മൂസ കാന സബറ ഹത്താ യഖുസ്സല്ലാഹു അലൈനാ മിൻ ഖബരിഹിമാ. അവരുടെ സംഭവങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാവുന്ന രൂപത്തിൽ മൂസാ നബി കുറച്ചുകൂടെ ക്ഷമ കാണിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന്. മൂസാ നബി അലൈഹിസ്സലാം തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളിൽ ഒരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലും നമുക്ക് പാഠമുണ്ട്. അറിവിന് ഒരുപാട് പരിമിതിയുണ്ട്. കാണുന്നതിനപ്പുറമുള്ള യാഥാർത്ഥ്യം പലപ്പോഴും നാം അറിയാതെ പോകുന്നു. അദ്ദേഹം തന്റെ ഈ അധ്യാപകൻ ഖളിർ ആദ്യം കപ്പൽ കേടുവരുത്തുന്നു, പിന്നീട് കുട്ടിയെ കൊല്ലുന്നു, പിന്നീട് മതിൽ ശരിയാക്കി കൊടുക്കുന്നു. ഈ 3 സംഭവങ്ങളിലും അതിന്റെ യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം താൻ നൽകിയ പ്രതിജ്ഞകളൊക്കെ മറന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാഴ്ചകൾ കാണുമ്പോൾ അതിനെ അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉള്ള ക്ഷമയില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നു. അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷെ ആ പ്രതികരണത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഈ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അപക്വമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെയാണ്. ഒരു ക്ലാസ്സിൽ ഞാനൊരു ഉദാഹരണം പറയുകയുണ്ടായി. മറ്റൊരു ഉദാഹരണം, ഒരാൾ ഓടിക്കതച്ച് വരികയാണ് വളരെ വേഗത്തിൽ. അദ്ദേഹം എത്തി, വിമാനത്താവളത്തിലെത്തി. അദ്ദേഹത്തിന് ദീർഘദൂര യാത്ര നടത്തേണ്ടതാണ്. അങ്ങനെ ഓടിക്കതച്ച് എത്തി. ഏകദേശം ഒരു 5 മിനിറ്റ് മുമ്പേ കൗണ്ടർ ക്ലോസ് ചെയ്തു. അവിടെ അദ്ദേഹം ആകെ അക്ഷമനാകുന്നു. അവിടെയുള്ള കൗണ്ടറിലുള്ള സ്റ്റാഫിനോട് തട്ടിക്കയറുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 5 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ എന്നെ നിങ്ങൾ എന്തിന് യാത്ര മുടക്കണം, എനിക്ക് ബോർഡിംഗ് തന്നുകൂടെ എന്നൊക്കെ ചോദിച്ചെങ്കിലും അവർ അനുവദിക്കുന്നില്ല. അദ്ദേഹം അരിശനായി, അക്ഷമനായി, ദേഷ്യം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാർത്ത കേൾക്കുകയാണ്. അദ്ദേഹം പോവേണ്ടിയിരുന്ന വിമാനമത അപകടത്തിൽപ്പെടുന്നു, യാത്രക്കാർ മരണപ്പെടുന്നു. ആ വാർത്ത കാണുന്ന കേൾക്കുന്ന നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും, മനോഭാവം എന്തായിരിക്കും എന്ന് ആലോചിച്ചു നോക്കുക. എന്തിനാണ് ഞാൻ അരിശപ്പെട്ടത്, എന്തിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, എന്തിനാണ് ഞാൻ അക്ഷമ കാണിച്ചത്? എന്റെ നന്മയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ എത്ര ഞാൻ അവിവേകത്തോടുകൂടി പെരുമാറി, സംസാരിച്ചു. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഗുണകരമെന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അനിഷ്ടകരമായി മാറിയേക്കാം. നിങ്ങൾ വെറുക്കുന്ന വഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾക്കൊരു കാര്യം അനിഷ്ടകരമാണ്, വെറുപ്പുള്ളതാണെങ്കിൽ വഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഗുണകരമായി മാറിയേക്കാം. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, നല്ലൊരു കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അനിഷ്ടകരമോ മോശമോ ആയേക്കാം. അതൊന്നും നിങ്ങൾ അറിയുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. സത്യവിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യം. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. ഇന്ന അസാബതഹു സറാ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതഹു ലറാ സബറ ഫകാന ഖൈറൻ ലഹു. അവന് സന്തോഷമുള്ള കാര്യം സംഭവിച്ചാൽ അവൻ ക്ഷമിക്കുന്നു,
സന്തോഷമുള്ള കാര്യം സംഭവിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നു, അതവന് നന്മയാണ്. പ്രയാസമുള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ അവൻ ക്ഷമിക്കുന്നു, അതും അവന് നന്മയാണ്. ഈ കഥയിൽ തന്നെ പറയുന്ന ആ മകൻ മരിച്ച സംഭവം, ഒരു മകൻ മരിച്ചു. അങ്ങനെ മകൻ മരിച്ചതിന്റെ പേരിൽ ഒരു പിതാവും അക്ഷമനാവേണ്ടതില്ല. മകൻ മരിച്ചതിന്റെ പേരിൽ ഒരു മാതാവും കൺട്രോൾ വിടേണ്ടതില്ല. എന്തിന് അല്ലാഹു എന്നോട് ഈ ക്രൂരത ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കേണ്ടതില്ല. ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ദൈവം എന്തിനാണ് എന്നോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട, എന്റെ ഇഷ്ടപ്പെട്ട ഈ മകൻ, ഈ മകൾ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷമ കാണിച്ചുകൊണ്ടും അങ്ങ് നെഞ്ഞത്തടിച്ച് നിലവിളിക്കേണ്ട കാര്യമില്ല. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീന അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാത്തൻ വഅഖറബ റഹ്മ. ആ കുട്ടിയുടെ കാര്യം ഖളിർ വിശദീകരിക്കുകയാണ്. മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. പക്ഷെ ഈ മകൻ അവരെ അതിക്രമത്തിനും സത്യനിഷേധത്തിനും നിർബന്ധിതരാക്കുമെന്ന് നാം പേടിച്ചു. അതുകൊണ്ടാണ് ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറ, അവരുടെ നാഥൻ അവന് പകരം അവനേക്കാൾ നല്ല ഒരു മകനെ കൊടുക്കാൻ, സദാചാര ശുദ്ധിയുള്ള ഒരു മകനെ കൊടുക്കാൻ, കുടുംബത്തോട് അടുപ്പമുള്ള ഒരു മകനെ കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്കൊരു നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ ഒരു നന്മ വരാനുണ്ട് എന്നാണ്. ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം നെഞ്ഞത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് അള്ളാഹു എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത് എന്നല്ല ആലോചിക്കേണ്ടത്. ഒരു കൂടുതൽ നല്ല ജോലിക്ക് അള്ളാഹു എന്റെ ഈ ജോലി ഇല്ലാതാക്കിയതാവാം എന്ന പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഊഹാപോഹത്തിന് അടിമയായി ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മ. സത്യവിശ്വാസികളെ അധിക ഊഹങ്ങളും നിങ്ങൾ കൈവെടിയുക, കാരണം ചില ഊഹങ്ങൾ കുറ്റകരമാണ്. അപ്പോൾ ഇവിടെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും കാര്യങ്ങൾ വിചാരിക്കുകയും ചെയ്ത് നിങ്ങൾ നടപടി എടുക്കരുത്. ഊഹാപോഹങ്ങളും മുൻധാരണകളും മാറ്റിവെക്കുക എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. സത്യത്തിനു മുമ്പിൽ ഊഹത്തിന് യാതൊരു സ്ഥാനവുമില്ല. വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ളന്ന, അവരിലേറെ പേരും ഊഹാപോഹത്തെയാണ് പിൻപറ്റുന്നത്. ഇന്നൽ ളന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ, എന്നാൽ സത്യത്തിനു മുമ്പിൽ ഊഹത്തിന് യാതൊരു സ്ഥാനവുമില്ല. സത്യം മനസ്സിലാക്കാൻ ഊഹം കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. സത്യത്തിനു മുമ്പിൽ ഊഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല. സൂറത്തുൻ നജ്മിലും അല്ലാഹു പറയുന്നുണ്ട്, വമാ ലഹും ബിഹി മിൻ ഇൽം ഇൻ യത്തബിഊന ഇല്ല ളന്ന വ ഇന്നൽ ളന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈഅ. അവർക്ക് വിവരമില്ല, അവർ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഊഹം കൊണ്ട് സത്യത്തിനു മുമ്പിൽ ഊഹത്തിന് പിടിച്ചു നിൽക്കാനേ ആവുകയില്ല എന്ന് അല്ലാഹു വിശദീകരിക്കുകയാണ്. ഈ കഥയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്നും അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യാവുന്ന കാര്യമല്ല. ഇതൊക്കെ എന്റെ റബ്ബ് എന്നോട് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. കുട്ടിയെ കൊലപ്പെടുത്തിയതാകട്ടെ, അതുപോലെ തന്നെ കപ്പൽ കേടുവരുത്തിയതാകട്ടെ, ആ മതിൽ നന്നാക്കി കൊടുത്തതാകട്ടെ, ഇതൊക്കെ അതിന്റെ പിന്നിൽ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം അല്ലാഹു എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ്. ദാലിക തഅ്വീലു മാ ലം തസ്തി' അലൈഹി സബ്റ, താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ പൊരുളാണിത്. ക്ഷമ വളരെ അനിവാര്യമാണ്. പക്ഷെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, കാരണം അതിന്റെ കാരണവും അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അറിയില്ല, കർട്ടന് പിന്നിലുള്ള കാര്യങ്ങൾ അറിയുകയില്ല. അതുകൂടി അറിയുമ്പോഴാണ് ഈ അക്ഷമ കാണിച്ച കാര്യങ്ങളൊക്കെ വെറുതെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു അധ്യാപകനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വിടുന്നത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നും
കഥയുടെ മറ്റു ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.